എന്താണ് പെരിനാറ്റൽ സൈക്കോസിസ്, അതിൽ തന്നെ പ്രീപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്? 1000 ഡെലിവറിയിൽ 1-2 അമ്മമാർക്ക് ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 1 to 2 per 1000 എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹ്യൂജ്. നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര ഡെലിവറി നടക്കുന്നു, അപ്പോൾ 1 to 2 per 1000 ഡെലിവറീസ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൽ എത്തുന്നൊരു അവസ്ഥയിലാണ് നമ്മൾ കുട്ടി ആക്രമിക്കാനുള്ളൊരു സ്വഭാവങ്ങൾക്ക് കാണിച്ച് തുടങ്ങുക. അവിടെ ഡെലൂഷൻസ് ആൻഡ് ഹാലുസിനേഷൻസ് പേഷ്യൻസിന് വന്നു തുടങ്ങും. ഡെലൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ചിന്തകൾ, അപ്പോൾ കുട്ടിക്കെതിരെയായിട്ടുള്ളൊരു ചിന്തകൾ അവർക്ക് വരിക. ഹാലുസിനേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുക, പെട്ടെന്നായിരിക്കും അവർക്ക് ശബ്ദങ്ങൾ കേൾക്കുക, ഈ കുട്ടിയെ ഇപ്പോൾ കൊല്ലണം എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മാസമായ കുട്ടീനെ അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ നമ്മൾ ടോയ്ലറ്റ് കഴുകാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് എടുത്തിട്ട് അവർ വായിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഇപ്പോൾ അമ്മ പറഞ്ഞതാണ്, ഡോക്ടറെ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ശബ്ദം വന്നു, ഇതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഹാർപ്പിക്ക് എടുത്ത് കൊടുത്തു. ആൻഡ് നിമിഷ നേരം കഴിഞ്ഞത് അവിടെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. പലപ്പോഴും അമ്മായിയമ്മമാർ എന്നോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അമ്മായിയമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യം, ഡോക്ടറെ ഞങ്ങൾക്ക് ഇതിനെക്കാട്ടും കഷ്ടപ്പാടുള്ള അവസ്ഥയിൽ ഞങ്ങൾ 3-4 പ്രസവിച്ചതാണ്, പക്ഷേ ഞങ്ങൾക്കിതൊന്നും വന്നില്ലല്ലോ, ഇവൾക്ക് എന്തിൻ്റെ കുറവാണ്, എല്ലാം ഉണ്ട്, പക്ഷേ ഇങ്ങനൊരു അസുഖം വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു കുടുംബത്തിൻ്റെ നോട്ടമില്ലായ്മയുടെ പ്രശ്നമോ അല്ലെങ്കിൽ പെൺകുട്ടി കാണിക്കുന്നതോ അല്ല, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ്, നമുക്ക് തൈറോയിഡ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ തലച്ചോറിൽ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ് അതിനെ പറയുക. അപ്പം അതിൻ്റെ ഒരു വ്യതിയാനം കാരണമാണ് ഈ പറയുന്ന ഈ ഒരു പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് വരുന്നത്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നമ്മുടെ കുറേ രാസവസ്തുക്കൾ നമ്മുടെ ബ്രെയിനിലുണ്ട്, അതിൻ്റെ ഒരു വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി മൊഡാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും മെഡിക്കേഷൻസ് തന്നെയാണ്, മരുന്നുകൾ തന്നെയാണ്. കാരണം ഞാൻ പിന്നെയും പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് വന്ന ഒരാളെ നമ്മൾ എത്രയൊക്കെ നമ്മൾ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാലും മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവരിങ്ങനെ പറയാം, ഡോക്ടറെ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പലപ്പോഴും ഇത് പ്രൈമറി മൊഡാലിറ്റി ഇൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിലെ ട്രീറ്റ്മെൻറ്റും പലപ്പോഴും മെഡിക്കേഷൻസ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നൊക്കെ പലപ്പോഴും പല സംശയങ്ങളുണ്ട്. ഇല്ല, വളരെ കുറച്ച് കാലം ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് 6 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച അല്ലെങ്കിൽ 2-3 മാസക്കാലം മാത്രം മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം പോസ്റ്റ്മോർട്ടമാണ്. അപ്പം അതിന് മുന്നേ പെരിപാർട്ടം എന്നൊക്കെ പറയും. പെരിപാർട്ടം അല്ലെങ്കിൽ നമ്മൾ പറയാം പ്രഗ്നൻസിയുടെ കൂടെ സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഡിപ്രഷൻ, സൈക്കോസിസ്, ഇതൊക്കെ പലപ്പോഴും പ്രഗ്നൻസിയിലും ഉടനീളം കാണാറുണ്ട്. സ്ട്രെസ്സ് കൂടുമ്പോൾ ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ പല അമ്മമാർക്കും ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറിയിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുട്ടിക്കൊരു കോംപ്ലിക്കേഷൻ വരിക, അല്ലെങ്കിൽ അമ്മമാർക്ക് പ്രഗ്നൻസിയോടനുബന്ധിച്ചിട്ട് ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ അവർക്ക് സ്ട്രെസ്സ് അതിന് അനുപാതമായിട്ട് കൂടും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ എസ്പെഷ്യലി ഈ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി ഉണ്ടെങ്കിൽ ഇത് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതേക്കുറിച്ച് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ബോധവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ പ്രഗ്നൻസിയിലും, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ സ്ത്രീകൾ കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു ഓരോ ഇടവേളകളിലും. ആ ഇടവേളകളിൽ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഒരു കൺസൾട്ടേഷനും മാൻഡേറ്ററി ആക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇത് പുറത്ത് UK-ലും US-ലും വളരെ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുപോലെ നമുക്കും അത് മാൻഡേറ്ററി ആക്കണം. അതായത് ഇപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നതും ഒരു ലേസിനെസ് എന്ന് പറയുന്നതും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്കൊരു ഡിപ്രഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അയാൾ തുറന്നു പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, അയാൾക്ക് മടിയാണ്, നിനക്ക് മടിയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞ് അതിനെ ചെറുതാക്കുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് അത് കേൾക്കാനുള്ളൊരു സാവകാശം നമ്മൾ കാണിക്കണം. അപ്പോൾ പലപ്പോഴും ഇതിലൂടെ കടന്നു പോയ ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തി അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കുക തന്നെ വേണം. ഇതാണ് ഇതിന് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്റ്റെപ്പ്. അല്ലാതെ മാറ്റി നിർത്തുന്നതോ ഡിസ്ക്രിമിനേഷനോ ഇതിനൊരു പരിഹാരമല്ല. ബിക്കോസ് ഇത്
നാളെ ചിലപ്പോൾ എനിക്കായിരിക്കാം, അതായത് എൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യ ആയിരിക്കാം ഇത് നേരിടേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലായിരിക്കാം ഇത് വരുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതിനോട് അവയർനെസ് കൊടുത്താൽ മാത്രമേ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് കാരണം കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൊലപാതകത്തിലോട്ട്, ഒരു അസുഖം കാരണം കൊലപാതകത്തിലോട്ട് നയിക്കുകയാണെങ്കിൽ കൃത്യമായ പരിശോധന ഉറപ്പുവരുത്തി നിയമത്തിൻ്റെ സഹായവും ഒരു നിയമത്തിൻ്റെ പരിരക്ഷയും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യണം. നിയമത്തിൻ്റെ പരിരക്ഷ മാത്രവുമല്ല, അവർക്ക് കൃത്യമായ ചികിത്സയും ലഭിക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോലീസ്, പ്രൊട്ടക്ഷൻ ഫോഴ്സസ്, അതുപോലെ ലീഗൽ അതോറിറ്റീസ്, ലോയേഴ്സ്, പലപ്പോഴും അവർക്കും ഇതിൻ്റേതായിട്ടുള്ളൊരു അവയർനെസ് വർദ്ധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.